എന്നാൽ നോക്കിയവന് ദൈവം ആദമിനെ സൃഷ്ടിച്ച നാളിൽ അവൻ വിശുദ്ധനായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് അവന്റെ ആത്മാവിലുള്ള വിശുദ്ധിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് തീർന്നെങ്കിൽ അവന്റെ മക്കളായിരിക്കും നമ്മൾ ഇനി പാപസംബന്ധമായിട്ട് മരിച്ചിട്ടല്ലാതെ, പാപത്തിന് മരിച്ചിട്ടല്ലാതെ നമുക്ക് വിശുദ്ധിയിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. ഒരു മരണം മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഇത് നാളെ കുഴിച്ചിടുന്ന മരണമല്ല പ്രിയപ്പെട്ടവരെ. ആദമിനോട് ദൈവം പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ അവൻ പഴം തിന്നു, മരിച്ചില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ആത്മാവിൽ അവന്റെ വിശുദ്ധിയിൽ അവൻ മരിച്ച്, അവൻ ദൈവം ആത്മാവാണ്, സാത്താനും ആത്മാവാണ്. വിശുദ്ധനായിരിക്കുന്ന ആദം ആ വിശുദ്ധിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. അവന്റെ ഫിസിക്കൽ ബോഡിക്ക് ഒരു മാറ്റവും വന്നില്ല. അവന്റെ അകത്തെ മനുഷ്യനിൽ അത്രയും വെളിച്ചം വന്നത്, അവന്റെ അകത്തെ മനുഷ്യനിൽ അത്ര ഇരുട്ട് വ്യാപരിച്ചത്. വെളിച്ചമായിരുന്ന അവന്റെ അകത്തെ മനുഷ്യൻ ഇരുട്ട് വ്യാപരിച്ച് അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ആ അന്ധകാരം നിറഞ്ഞ അവന്റെ ആത്മീയ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. ആ അന്ധകാരത്തിന്റെ പുത്രനായിരിക്കും നമ്മളെ അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീയ ശരീരം അന്ധകാരം പിടിച്ചു കിടക്കുന്നു എന്നാണ് പാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ശത്രു. ആ പാപി എന്നുള്ള പദവിയിൽ മരിച്ച്, ആ എന്താണ് പാപി എന്നുള്ള അനുഭവത്തിൽ മരിച്ച് ഇനി വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. അവൻ പഴം തിന്ന നാളിൽ അനുസരണക്കേടിനാൽ ഇങ്ങനെ നശിച്ചു പോയെങ്കിൽ അവന്റെ മക്കളായിരിക്കും നമുക്ക് ഒരു അനുസരണത്തിൽ കൂടെ മാത്രമേ മടങ്ങി വരുവാൻ കഴിയത്തുള്ളൂ.